ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ വർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ കുറച്ച് ബോക്സസും അതുപോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സുമാണ് ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബേബി ബർത്തൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ റോസ് ഫ്ലവേഴ്സ് ആണെങ്കിലും പിന്നെ ഈ ചെറിയ ഫ്ലവേഴ്സ് നമ്മുടെ ബോക്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതാണ് നമ്മൾ ചെയ്ത ബൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഈ ദിവസം തന്നെ നമുക്ക് 2 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ബൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റേത് എടുക്കാൻ ഞാൻ നൈറ്റിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. രണ്ടാമത്തത് അവരും ആദ്യം എൻ്റെ അടുത്ത് ഏത് ഫ്ലവർ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് റോസ് വെച്ചിട്ട് ചെയ്യാമെന്നായിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവർ പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു റെഡ് റോസ് വേണമെന്നും. അപ്പോൾ ഞാൻ മുമ്പ് വാങ്ങിച്ച റെഡ് റോസ് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തു വെച്ചതായതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ഇനി അഥവാ കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാനത് എടുത്തില്ല. പിന്നെ ഇവിടെയുള്ള റോസ് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാണ്. ഒരു തുളിപ്പ് പോലത്തെ ഒരു റോസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ബൊക്കേമേ ഞാൻ കുറച്ച് അധിക സമയം നിന്നു കേട്ടോ. കാരണം ഈ റൗണ്ട് ഷേപ്പ് വരുമ്പോൾ കുറച്ചധികം പാടുപെടാറുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോയിൽ അതൊരു ഭംഗി കാണില്ല. പിന്നെ നമുക്കൊരു പെർഫ്യൂം ഹാമ്പർ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അവർ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള അത്യാവശ്യം റേറ്റ് വരുന്ന നല്ല ഒരു മൈൽഡ് സ്മെല്ലായിട്ടുള്ള പെർഫ്യൂം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒത്തു വന്നിട്ട് എനിക്കൊരു ബോഡി സ്പ്രേയും പിന്നെ ഒരു പെർഫ്യൂമിൻ്റെ രണ്ടും സെറ്റായിട്ട് വരുന്നൊരു സെറ്റായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഒരു ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവർ സെറ്റ് ചെയ്ത് നമുക്ക് ഓക്കെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് മേടിച്ചത് കേട്ടോ. പിന്നെ അവരതൊരു ബോക്സിൽ സെറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഖത്തറിൽ നിന്നാണ് കേട്ടോ. ഖത്തറിൽ നിന്ന് സുബി എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് നമ്മൾ ഏൽപ്പിച്ചതാണ്. അപ്പോൾ ആൾ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ സജഷനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് കുറച്ച് അധികം റോസസ് വെച്ചിട്ടുള്ളൊരു നല്ലൊരു ബൊക്കെ വേണം, പിന്നെ ഒരു അടിപൊളി കേക്കും പിന്നെ ഇതുപോലെ ഒരു ഹാമ്പറും വേണമെന്ന് മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ ഞാൻ ഈ പെർഫ്യൂം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ ഫ്ലവർ എങ്ങനെ വെക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഞാൻ വെച്ച് നോക്കി, പക്ഷേ ഒരു വൃത്തി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ സമയത്ത് തിരിച്ചും മറിച്ചും എല്ലാം വെച്ച് നോക്കിയിട്ടു. പക്ഷേ ഇതിൻ്റെ ഒരു പെർഫ്യൂമും അതുപോലെ തന്നെ ആ ബോഡി സ്പ്രേയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കിടത്തി വെക്കാതെ നേരെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും രണ്ടും കൂടി ഒരേ സൈസൊന്നും കറക്റ്റ് ആവാത്തതുകൊണ്ടും പിന്നെ നമുക്ക് കൂടുതൽ ഐറ്റംസ് ഒന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ടും അതൊരു വൃത്തി കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷേ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം അത്രയും നല്ല കസ്റ്റമർ ആയിരുന്നു. പക്ഷേ നമുക്കതൊരു കറക്റ്റ് ടൈമിന് മീൻസ് ഞാൻ തലേ ദിവസം ഒരു 12 മണിക്ക് ശേഷം കൊണ്ടുകൊടുക്കാൻ പറ്റുമെന്ന് ആളുടെ അടുത്ത് ചോദിച്ചതായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, ആ സമയത്ത് അവർ ഉറങ്ങുന്ന സമയമാവും, അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 12 മണിൻ്റെ മുമ്പ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈമിൻ്റെ കാര്യത്തിൽ ആൾ കുറച്ച് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ കേക്കും അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു കേക്കും ആയിരുന്നു. ഒരു മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു കേക്കായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളതിൽ ഹാപ്പി ബർത്ത്ഡേ സുബി എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു അടിപൊളി ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്. രണ്ടാമത്തെ വർക്ക് നമുക്ക് ഷെയ്മ എന്ന് പറഞ്ഞൊരു കുട്ടി ആളുടെ വുഡ് ബിക്ക് വേണ്ടിയിട്ട് അയച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു കേക്കും ഒരു ബൊക്കെ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടു കൊടുക്കാൻ പോയി. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അവർ ഫുഡ് കഴിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിച്ച് വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കോൺടാക്ട് ചെയ്തത് ആളുടെ ഫ്രണ്ടിനെ ആയിരുന്നു കേട്ടോ. കൂടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഫുഡ് ഒരു 5 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ഇടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചതാണ് പോയിട്ട്. അവർ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ.
അപ്പോൾ എനിക്ക് ആളറിയില്ലല്ലോ, അപ്പോൾ ആളൊരു ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതാണ് ആളെന്നെല്ലാം പറഞ്ഞിട്ട്. ഇത് ആർക്കാ കൊണ്ടുകൊടുക്കുന്നതെന്നുള്ളത് ആ ഒരു കൊണ്ടുകൊടുക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തി, ഞാൻ ആൾക്ക് ഗിഫ്റ്റ് കൊടുത്തു, ആൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ആ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ആൾക്ക് പിന്നെ അധികം ഗസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞു ഹസ്ബൻഡായിരിക്കും അയച്ചിട്ടുള്ളത് എന്നെല്ലാം ആൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. രണ്ടാമത്തെ ഗിഫ്റ്റ് ഈ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതിയായിരുന്നു. ആളുടെ ബർത്ത്ഡേ പിറ്റേ ദിവസമായിരുന്നു, പക്ഷേ 12 മണിയൊക്കെ ആവുന്ന സമയത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എത്തി. പക്ഷേ ഇവരുടെയും ഫ്രണ്ടിൻ്റെ നമ്പറായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫ്രണ്ടിനെ ഒരുപാട് കോൺടാക്ട് ചെയ്തു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ സ്പോട്ടിൽ ഷെയ്മൊക്കെ വിളിച്ചിട്ട് കാര്യം പറയുക ചെയ്തത്. അപ്പോൾ അവൾ ഇയാളുടെ നമ്പർ അയച്ചു തന്നു. നമ്മൾ ആൾക്ക് വിളിച്ചു. ആൾ ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ ആൾക്കൊരു പിടുത്തുണ്ടായിരുന്നില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. ആൾ ഭയങ്കര ഷോക്ക്ഡ് ആയിട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെ ഷെയ്മ അയച്ചിട്ടുള്ള ഗിഫ്റ്റാണെന്നുള്ളത്. അപ്പോൾ ആൾക്ക് മനസ്സിലായി കാര്യം എന്താണെന്നുള്ളത്. ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വരുമ്പോൾ, പ്രത്യേകിച്ചും ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ തരുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പാനിക്കായി പോകുമല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആളുടെ ഫേസിൽ നിന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.